Welcome to the ICT Learning Series, episode number 5. What is liquidity? Liquidity എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് നമ്മൾ ഇന്നിവിടെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. പലരോടും ലിക്വിഡിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമാണ്. പലർ പറയും സ്വിംഗ് ഹൈസ് ആണെന്ന് പറയും, ചിലർ പറയും സ്വിംഗ് ലോസ് ആണെന്ന് പറയും, മറ്റു ചിലർ പറയും ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് അഥവാ ലിക്വിഡിറ്റി പൂൾസ് ആണെന്ന് പറയും. അങ്ങനെ പല എക്സ്പ്ലനേഷൻസ് ആണ് പലർക്കും പറയാനുള്ളത്. ഫോർഗെറ്റ് ഓൾ ദ സ്റ്റഫ്. ലിക്വിഡിറ്റി എന്നതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ്. മാർക്കറ്റിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ആ ലോജിക്കലൊന്ന് ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിൽ പെൻഡിങ് ഓർഡേഴ്സ് കിടപ്പുണ്ടാവും? സത്യം പറയാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ രീതിയിലും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും. അതുമാത്രമല്ല അതല്ലാത്തതുമുണ്ട്. അതായത് സ്വിംഗ് ഹൈസിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, കാരണം സ്വിംഗ് ഹൈസിൻ്റെ മുകളിൽ ഷോർട്ട് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. സ്വിംഗ് ലോസിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ട്, കാരണം സ്വിംഗ് ലോയുടെ താഴെ ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും. ഇതെല്ലാം മാർക്കറ്റിലുള്ള പെൻഡിങ് ഓർഡേഴ്സ് ആണ്. സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും പറയുന്ന പോലെ തന്നെ ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഇതിൻ്റെയൊക്കെ മുകളിലും താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. അതെല്ലാം ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എല്ലാ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ലിക്വിഡിഫൈഡ് ആവണമെന്നില്ല. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ പറ്റിയാണ്. എക്സ്റ്റേണലിൽ മാത്രമല്ല മാർക്കറ്റിന്റെ ഇന്റേണൽ റേഞ്ചിലും നമുക്ക് ലിക്വിഡിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഡീറ്റെയിൽ ആക്കിയിട്ടില്ല എന്താണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഓർഡർ ബ്ലോക്ക് ആവാം, FEG ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം, എനിത്തിങ്. അതിനെയൊക്കെയാണ് നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഒരു ലിക്വിഡിറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ഈക്വൽ ഹൈ ഈക്വൽ ലോ എന്നൊന്നും പറയാൻ നിൽക്കരുത്. ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ടൈമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻഡിങ് ഓർഡേഴ്സ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലിക്വിഡിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് ലിക്വിഡിറ്റി, ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിക്വിഡിറ്റീസിനെ നമ്മളിപ്പോൾ പഠിച്ചു മനസ്സിലാക്കി. ഇൻക്ലൂഡിങ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആയ ഓർഡർ ബ്ലോക്ക്, FEG എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ബേസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. സോ ഇത് ഓരോന്നും എലോൺ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അടുത്ത വീഡിയോസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലിക്വിഡിറ്റീസും ഓരോന്നായി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.